സദൃശ്യവാക്യങ്ങൾ അധ്യായം 2. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. എൻ്റെ മകനെ, എൻ്റെ ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ നീ സ്വീകരിക്കുകയും എൻ്റെ കൽപ്പനകളെ നിന്നിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്താൽ ജ്ഞാനത്തിനായി നിന്റെ ചെവി ചായിക്കുകയും വിവേകത്തിനായി നിന്റെ ഹൃദയത്തെ വിനിയോഗിക്കുകയും ചെയ്തുകൊണ്ട് നീ അറിവിനായി വിളിക്കുകയും വിവേകത്തിനായി നിന്റെ ശബ്ദം ഉയർത്തുകയും ചെയ്യുമെങ്കിൽ വെള്ളിക്കെന്ന പോലെയും നിഗൂഢമായ നിക്ഷേപങ്ങൾക്കെന്ന പോലെയും നീ അന്വേഷണം നടത്തുമെങ്കിൽ അപ്പോൾ നിനക്ക് ദൈവഭക്തി എന്തെന്ന് മനസ്സിലാകും. ദൈവത്തിൻ്റെ പരിജ്ഞാനം നീ കണ്ടെത്തുകയും ചെയ്യും. എന്തെന്നാൽ വിജ്ഞാനം തരുന്നത് ദൈവമത്രേ. അവൻ്റെ വായിൽ നിന്ന് അറിവ് വിവേകവും വരുന്നു. അവൻ നീതിയുള്ളവർക്ക് പ്രത്യാശ കരുതി വയ്ക്കുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ സഹായകനാകുന്നു. അവൻ ന്യായവിധിയുടെ പാതകളെ സൂക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ വിധിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും പുണ്യവും എന്തെന്നും ന്യായവിധിയും നേരും സകല നല്ല മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുകയും അറിവ് നിന്റെ ആത്മാവിന് ആനന്ദകരമാകുമ്പോൾ വിവേകം നിന്നെ സംരക്ഷിക്കും. സിദ്ധരുടെ വിവേകം നിന്നെ സന്തോഷിപ്പിക്കും. അത് ദുഷ്ടമനുഷ്യരുടെ പാതയിൽ നിന്നും വികടം സംസാരിക്കുന്ന മനുഷ്യനിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. അവർ നീതിയുള്ള പാതകൾ വിട്ടുമാറി അന്ധകാര വഴികളിൽ കൂടി നടക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുന്നു. ദുഷ്ടന്റെ വികടതയിൽ ഇഷ്ടപ്പെടുന്നു. അവരുടെ പാതകൾ വളഞ്ഞവയാകുന്നു. അവർ ചൊവ്വല്ലാത്തത് ചെയ്യുകയും ചെയ്യുന്നു. അത് ജ്ഞാനം പരസ്ത്രീയിൽ നിന്ന് അവളുടെ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുന്ന പരസ്ത്രീയിൽ നിന്ന് നിന്നെ രക്ഷിക്കും. അവൾ അവളുടെ യൗവനകാന്തനെ ഉപേക്ഷിച്ചവളും അവളുടെ ദൈവത്തിൻ്റെ നിയമം മറന്നവളുമാത്രേ. അവളുടെ അടുക്കൽ പോകുന്നവരിൽ ആരും മടങ്ങി വരുന്നില്ല. ജീവന്റെ വഴികളെ അവർ മുറുകെ പിടിക്കുന്നതുമില്ല. ആകയാൽ നീയോ ജ്ഞാനത്തിൻ്റെ വഴിയെ നടക്കുക. നീതിമാന്മാരുടെ പാതകളെ സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ നേരുള്ളവർ ദേശത്ത് വസിക്കും, ചൊവ്വുള്ളവർ അതിൽ നിലനിൽക്കും. എന്തെന്നാൽ ദുഷ്ടന്മാരോ ഭൂമിയിൽ നിന്ന് വിച്ഛേദിതരാകും. അതിക്രമക്കാർ അതിൽ നിന്ന് വേരോടെ പറിച്ചു കളയപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.